വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നട്ടാൽ മുളയ്ക്കാത്ത നുണ എന്നൊക്കെ പറയാറില്ലേ? എന്നാൽ അതിനേക്കാൾ വലിയ നുണ പ്രചരിപ്പിക്കുകയാണ് സംഘികൾ ഇപ്പോൾ. ഉത്തരേന്ത്യയിലെ സംഘികൾ ഇപ്പോൾ വ്യാജ പ്രചരണം നടത്തുന്നത് മലപ്പുറത്തിനെ കുറിച്ചാണ്. മലപ്പുറം എന്നാൽ പണ്ടേ സംഘികൾക്ക് അലർജിയാണ് എന്ന് വ്യക്തമാകുന്നതിന്റെ അവസാന ഉദാഹരണമാണ് പാലക്കാട് ആന ചെരിഞ്ഞ സംഭവം. അന്ന് BJPയുടെ നേതാക്കളടക്കം പാലക്കാട് ആന ചെരിഞ്ഞതിന്റെ പേരിൽ മലപ്പുറത്തെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഉത്തരേന്ത്യയിലെ സോഷ്യൽ മീഡിയകളിലും പ്രചരിപ്പിക്കുന്നത് മലപ്പുറത്തെ പറ്റിയുള്ള നുണകളാണ്. കേരളത്തിലെ 6 മുസ്ലിം ജില്ലകൾ കൂട്ടിച്ചേർത്ത ഐക്യ മലപ്പുറം എന്ന പേരിൽ സ്വന്തമായി ഒരു മുസ്ലിം പ്രധാനമന്ത്രിയും സൈന്യവുമുള്ള രാജ്യം പ്രഖ്യാപിച്ചെന്നാണ് പുതിയ നുണപ്രചരണം. ട്വിറ്റർ അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡ് റാലിയുടെ വീഡിയോ ഉപയോഗിച്ചാണ് ഈ നുണപ്രചരണം നടത്തുന്നത്. കുഞ്ഞാലിക്കുട്ടി ഐക്യമലപ്പുറത്തിന്റെ പ്രധാനമന്ത്രിയെന്നും വൈറ്റ് കാർഡിന്റെ ചിത്രം ഉപയോഗിച്ച് അത് ഐക്യമലപ്പുറത്തിന്റെ സൈന്യം എന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ വ്യാജ പ്രചരണം നടക്കുന്നത്. ഇത് കേരളത്തിലെ മുസ്ലിം ജില്ല ഇന്ത്യയിലാണ്. അവർ അവരുടേതായൊരു രാജ്യം തന്നെ പ്രഖ്യാപിച്ചു. യുണൈറ്റഡ് മലപ്പുറം എന്നാണ് അതിന്റെ പേര്. കേരളത്തിലെ 6 ജില്ലകൾ ഉൾപ്പെടുത്തിയാണിത്. ഇയാളാണ് അവരുടെ ഇസ്ലാമിക് പ്രധാനമന്ത്രി. അവർക്ക് അവരുടേതായ സൈന്യമുണ്ട്. ഹിന്ദുക്കളെ ഉണരൂ എന്ന ഈ വീഡിയോ പങ്കുവെച്ചുള്ള ട്വീറ്റുകളിൽ പറയുന്നത്. ഈ മാസം 10-നാണ് ഈ ട്വീറ്റുകൾ പങ്കുവെച്ചിരിക്കുന്നത്. പക്ഷേ മലപ്പുറത്തിനെതിരായുള്ള സംഘപരിവാറിന്റെ വ്യാജ വാർത്തയെ പൊളിച്ചടുക്കി ആൾട്ട് ന്യൂസ് രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിലെ 6 ജില്ലകളിൽ നിന്ന് ഐക്യ മലപ്പുറം എന്ന പേരിൽ രാജ്യം രൂപീകരിച്ചതായി ഒരു വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആൾട്ട് ന്യൂസ് ഇത് സംബന്ധിച്ച വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് സത്യമായിരുന്നെങ്കിൽ വാർത്താ ഏജൻസികളും മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുമായിരുന്നുവെന്നും ആൾട്ട് ന്യൂസ് വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ മലപ്പുറത്തെ മിനി പാകിസ്ഥാനായി ചിത്രീകരിച്ച പല BJP നേതാക്കളും രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഈ വ്യാജ പ്രചരണം. ഏതായാലും ആൾട്ട് ന്യൂസ് ഈ വ്യാജ പ്രചരണത്തെ പൊളിച്ചെടുക്കിയെങ്കിലും ഈ വ്യാജ പ്രചരണം പലരും ഇതിനോടകം ഉത്തരേന്ത്യയിൽ വിശ്വസിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് തന്നെയാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് സംഘപരിവാർ ലക്ഷ്യമിടുന്നതും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.